ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. എൻ്റെ പേര് വിനി. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സംഭവമാണല്ലേ, താങ്ക് യു, യു ആർ വെൽക്കം. അപ്പോൾ യു ആർ വെൽക്കം എന്ന് പറയാൻ ഒട്ടും പാടില്ലേ? അങ്ങനെയൊന്നുമില്ല, പറയാൻ പറ്റും. അത് പൊലൈറ്റ് അല്ലേ? നമ്മൾ പറയുമ്പോൾ അത് ഒരു ഭയങ്കര ഗൗരവത്തോടെ പറയുന്ന പോലെ ആവോ? ഇല്ലല്ല, പൊലൈറ്റ് ഒക്കെയാണ്. പിന്നെന്താ പ്രശ്നം? പറഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് അത് എപ്പോഴും ഉപയോഗിക്കണമല്ലേ? അവിടെയാണ് പ്രശ്നം. എപ്പോഴും നമ്മൾ ഈ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ വെൽക്കം അങ്ങനെ പറയില്ല. അതെന്താ കാര്യംന്ന് വെച്ചാ, പറയണോണ്ട് തെറ്റല്ല. പക്ഷെ പലപ്പോഴും നമുക്ക് അതല്ലാണ്ട് വേറൊരു വാക്കെന്താ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓരോ സാഹചര്യം അനുസരിച്ച് വേറെന്തെങ്കിലും പറയാൻ പറ്റുമോന്നൊന്നും പലർക്കും അറിയില്ല. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വെക്കുന്നതാ. താങ്ക് യു, യു ആർ വെൽക്കം. അപ്പൊ ഇന്ന് ഓരോ സാഹചര്യങ്ങളില് വ്യത്യസ്തമായിട്ടും വളരെ കാഷ്വൽ ആയിട്ടും എങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കാൻ നോക്കാം. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇംഗ്ലീഷിന്റെ കോഴ്സ് ഓഫർ ചെയ്യാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയാട്ടോ. അപ്പൊ നമുക്ക് വെൽക്കമിന്റെ കാര്യം ഒരു തീരുമാനാക്കാം. ഒരാള് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് താങ്ക് യു പറയുമ്പോൾ നമ്മൾ യു ആർ വെൽക്കം എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആണ്, വളരെ ഫോർമൽ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഔദ്യോഗികമായൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്, വളരെ സേഫും ആണ്. പക്ഷെ ചില സമയങ്ങളിൽ അത് ഒരു ഇത്തിരി അധികം എന്താ പറയുക, ഒത്തിരി അധികം ഫോർമലോ അല്ലെങ്കിൽ ഒരു ഇത്തിരി അധികം സ്റ്റിഫൊക്കെ ആയിട്ട് തോന്നും. കാഷ്വൽ കോൺവെർസേഷൻസിലാണ് അതിൻ്റെ പ്രോബ്ലം കൂടുതൽ വരിക. നമ്മളൊരു ഓഫീസ് സെറ്റപ്പിലൊക്കെ യു ആർ വെൽക്കം എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അത് പറയുമ്പോൾ ഒരിത്തിരി ഓക്വേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഫ്രണ്ട് പറയാണ്, നിങ്ങളൊരു കോഫി വാങ്ങിച്ചു കൊടുത്തു ആൾക്ക്. അപ്പോൾ ആൾ എന്താ പറയുക, താങ്ക് യു. അപ്പം നിങ്ങൾ യു ആർ വെൽക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല എന്നൊരു ഫീലിംഗ് അവിടെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നേറ്റീവ് സ്പീക്കേഴ്സ് പൊതുവെ എന്താ ഉപയോഗിക്കുക? അത് നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിരിക്കും അല്ലേ? അത് നമ്മുടെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ബോസാണ് എന്നതിനൊക്കെ അനുസരിച്ച് നമ്മൾ പറയുന്ന സംഭവം മാറും. അതുപോലെ തന്നെ നമ്മൾ വലിയൊരു ഉപകാരമാണ് ചെയ്തു കൊടുത്തത്, അതൊരു ചെറിയൊരു ഫേവറാണോ എന്നൊക്കെ അനുസരിച്ചും നമ്മൾ അങ്ങോട്ട് പറയേണ്ട സംഭവം മാറും. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളായിട്ട് ഈ വെൽക്കം എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നോക്കാം. ഒരു കാഷ്വൽ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആണെങ്കിൽ, ഇപ്പം നമ്മളൊരു സാധാരണ ദിവസം നമ്മൾ ഡോറിൻ്റെ അകത്തേക്ക് കയറാൻ പോകുമ്പം നമ്മുടെ പുറകിൽ ഒരാളൂടെ കയറാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോർ നമ്മളൊന്ന് തുറന്ന് പിടിച്ചു കൊടുത്തു. അതിനെന്താ പറയുക? ടു ഹോൾഡ് ദ ഡോർ എന്നാ പറയാം. അപ്പോൾ അയാൾ താങ്ക്സ് ഫോർ ഹോൾഡിംഗ് ദ ഡോർ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക്സ് ഫോർ ഹോൾഡിംഗ് ദ ഡോർ, തുറന്ന് പിടിച്ചു തന്നതിന് നന്ദി. ഇത് വളരെ കോമൺ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തൊക്കെ അതങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്ര ഒരു നല്ല മനുഷ്യനാണെങ്കിൽ മാത്രമേ അത് തുറന്നു തരാറുള്ളൂ അല്ലെങ്കിൽ തുറന്ന് പിടിക്കാറുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം കാര്യം ഏതോ ഒരു ലോകത്തെ ചിന്തയും കൊണ്ട് അങ്ങനെ കടന്നു പോകും. പക്ഷെ വിദേശത്ത് നമ്മൾ തുറന്ന് പിടിക്കാതിരുന്നത് റൂഡായിട്ട് കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ ഇത് തുറന്നു പിടിച്ചു കൊടുക്കും. അപ്പോൾ താങ്ക്സ് ഫോർ ഹോൾഡിംഗ് ദ ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ യു വെൽക്കം എന്ന് പറഞ്ഞേക്കാളും നോ പ്രോബ്ലം, ഇത് ചെറിയൊരു ഫേവർ അല്ലേ, ഇപ്പം ഇങ്ങനെ തുറന്നു പിടിക്കാൻ ഇപ്പം അത്രയധികം ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നോ പ്രോബ്ലം, നോ പ്രോബ്ലം, കണ്ടോ? അപ്പോൾ യു വെൽക്കമിന് പകരം അവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുക നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു വാക്കാണ് എനി ടൈം. ഇതൊക്കെ വളരെ കോമൺ ആട്ടോ. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ വേറൊരു നിങ്ങളുടെ പരിചയമുള്ള ഒരാളും അതേ വഴിക്കാണ് പോണേ. അപ്പോൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ താങ്ക്സ് ഫോർ ദ റൈഡ് എന്ന് പറയും അല്ലേ? ലിഫ്റ്റ് തന്നതിന് നന്ദി, താങ്ക്സ് ഫോർ ദ റൈഡ്. അപ്പോൾ ഓ, എനി ടൈം, എനി ടൈം എന്ന് പറഞ്ഞാൽ വെൽക്കം പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നും അല്ലല്ലോ, ചെറിയൊരു സഹായം അല്ലേ? അപ്പോൾ എനി ടൈം അല്ലെങ്കിൽ നോ പ്രോബ്ലം എന്നുള്ളത് ഇവിടെയും ഉപയോഗിക്കാൻ പറ്റും. വേറൊരു വാക്കാണ് എനി ടൈം. അപ്പോൾ എക്സാമ്പിൾ തരുമ്പോൾ ആ കോൺടെക്സ്റ്റ് പിടിയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. ഇനി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇതുപോലത്തെ വേറൊരു ഫ്രേസാണ്, വളരെ കോമൺ ആട്ടോ. ഞാനിത് ഓഫീസിൽ ഇതല്ലാണ്ട് വേറൊരു ഫ്രേസ് ഞാൻ കേൾക്കാറില്ല പലപ്പോഴും. നോ വറീസ്. വിഷമിക്കാനൊന്നുമില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് വിചാരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. നോ വറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ പ്രശ്നമേ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇത് എസ്പെഷ്യലി യു കെയിലും ഓസ്ട്രേലിയയിലും ഉള്ള ആൾക്കാർ, നിങ്ങൾ യു കെയിലും ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രേസ് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു ഈസി ഗോയിങ് ഫീലിംഗ് ആണ് അല്ലേ, ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് അയച്ചു. നമുക്കൊരു സാധനം വേണമായിരുന്നു. അപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചു. നാളെ ഞാൻ വന്നാൽ എനിക്ക് ഈ ഒരു സാധനം ഒന്ന് എടുക്കാൻ പറ്റുമോ? കുറച്ച് അർജൻറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാത്രി 10 മണിക്ക് മെസ്സേജ് അയച്ചു. നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രി ഇനിയിപ്പോൾ രാവിലെയൊക്കെ മെസ്സേജ് കിട്ടുള്ളൂ എന്ന്. പക്ഷേ രാത്രി തന്നെ അയാൾ റിപ്ലൈ അയച്ചു. അപ്പോൾ നമ്മൾ പറയാണ് താങ്ക്സ് ഫോർ റിപ്ലൈയിങ് ലേറ്റ് അറ്റ് നൈറ്റ്.
അല്ലേ? ലേറ്റ് അറ്റ് നൈറ്റിൽ ഒരു റിപ്ലൈ വന്നതിന് താങ്ക്സ് പറയാം. അപ്പോൾ അവിടെ എന്താ പറയുക? നോ വറീസ്. അതിലൊന്നും ഒരു വിഷമവുമില്ല. നോ വറീസ്. ഓക്കെ. ഇനി ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഫ്രേസാണ് ഇപ്പം നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? നോ പ്രോബ്ലം, എനി ടൈം, നോ വറീസ്. അടുത്തത് ഡോണ്ട് മെൻഷൻ ഇറ്റ്. ശരി, ഇതൊക്കെ പറയാൻ മാത്രം ഉണ്ടോ എന്നുള്ളൊരു അർത്ഥമാണ് അതിന്. അപ്പോൾ ഇതൊരു സ്ലൈറ്റ്ലി ഓൾഡ് ഫാഷൻഡ് ആണ്, പക്ഷേ എന്നാലും ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അധികം അങ്ങനെ എന്താ പറയുക, ഭയങ്കര എടുത്തു പറയാണ്ട് കുറച്ചൊരു മോഡസ്റ്റ് ആയിട്ടുള്ള ടോണിൽ പറയുന്ന സംഭവമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്, എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിന് കുറേ സഹായങ്ങൾ വേണം. നിങ്ങളുടെ ഫ്രണ്ട് വീട് മാറുക, അപ്പോൾ സഹായിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കാറിൽ കയറ്റാനും ഒക്കെ സഹായിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുക. അപ്പോൾ അവരെന്താ പറയുക, ആ സാധനങ്ങൾ എടുത്ത് വേറൊരു വീട്ടിലേക്ക് നമ്മൾ മാറുമ്പോൾ ഐ ആം മൂവിങ് എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയാണ്, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ മൂവ്. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ മൂവ്. അപ്പോൾ എന്താ പറയുക നിങ്ങൾ? ഡോണ്ട് മെൻഷൻ ഇറ്റ്. നിൻ്റെ വീട്ടിൽ നിന്ന് എത്ര ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചിരിക്കണു, ഡോണ്ട് മെൻഷൻ ഇറ്റ്. ആ ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറയണ്ട കേട്ടോ, നമുക്ക് ഇഷ്ടമാണ് ആളെ, അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ലടോ. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ, പലരും ഡോണ്ട് എന്ന് പറയുമ്പോൾ ഡോണ്ട് എന്ന് പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറേ പേരെടുത്ത് കേട്ടിട്ട് ഡോണ്ട് ഡോണ്ട്, അങ്ങനെയല്ല. ഈ ഓടെ സൗണ്ട് നമുക്ക് എപ്പോഴും പ്രോബ്ലം. ഡോണ്ട് 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 മെൻഷൻ ഇറ്റ് കേട്ടോ. ഡോണ്ട്, ഡോണ്ട് അല്ല, ഡോണ്ട്. ചുരുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഓക്കെ. ഇനി ഇപ്പം നമ്മൾ 4 പഠിച്ചു അല്ലേ? നോ പ്രോബ്ലം, നോ വറീസ്, ഡോണ്ട് മെൻഷൻ ഇറ്റ്, എനി ടൈം. അപ്പോൾ ഇനി 5ാമത്തെ മൈ പ്ലഷർ. പക്ഷേ എൻ്റെ ഒരു സന്തോഷമാണോ അത്, അല്ല? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ ഇത്രയൊക്കെ സഹായം ചെയ്ത് തരുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷമാണത്. ഇത് ഇത്തിരി കൂടെ ഫോർമലാണ് കേട്ടോ. മൈ പ്ലഷർ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ ഫോർമലാണ്. ഇപ്പം നമ്മൾ കണ്ട നോ വറീസ് ഒക്കെ വളരെ ഇൻഫോർമലാണ് അല്ലേ? പക്ഷേ എനി ടൈം ഒക്കെ ഭയങ്കര ഇൻഫോർമലാണ്. പക്ഷേ മൈ പ്ലഷർ എന്നുള്ളത് കുറച്ചുകൂടെ ഫോർമലാണ്. ഇത് പൊതുവെ നമ്മൾ സർവീസ് ജോബ്സ് അല്ലെങ്കിൽ ബിസിനസ്സസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കാണാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഒത്തിരി കൂടെ വിവരവും ബോധമൊക്കെ ഉള്ള വേറൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മുടെ റെസ്യൂമെ അല്ലെങ്കിൽ CV വൃത്തിയായി സെറ്റപ്പ് ചെയ്യാൻ, വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചോദിച്ചു. അപ്പോൾ ആൾ സഹായിച്ചു. മഹാമനസ്കനായ നമ്മുടെ ഫ്രണ്ട് നമ്മളെ സഹായിച്ചു. വളരെ വലിയ ഫ്രണ്ടൊന്നുമല്ല, കുറച്ച് വിവരവും ബോധമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സമീപിച്ചതാണ്, പക്ഷെ സഹായിച്ചു. അപ്പോൾ നമ്മൾ എന്താ പറയുക? താങ്ക്സ് ഫോർ ദ ഹെൽപ്പ് വിത്ത് മൈ CV. താങ്ക്സ് ഫോർ ദ ഹെൽപ്പ് വിത്ത് മൈ CV. അങ്ങനെ പറയാം. താങ്ക്സ് ഫോർ ദ ഹെൽപ്പ് വിത്ത് മൈ CV. അപ്പോൾ ആ സംഗതി ഒരു അവസ്ഥയിൽ പറയാൻ പറ്റുന്ന സംഭവമാണ് മൈ പ്ലഷർ. നോ വറീസ് പോലെ നല്ലത്, അത്ര അടുപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ഫോമിലാണ് മൈ പ്ലഷർ അല്ലേ? നീക്കൊരു ജോലി കിട്ടി നന്നാവട്ടെ, ലോകത്തിന് നല്ലതല്ലേ ഇത് എന്ന് വിചാരിച്ച് ചെയ്തായിരിക്കും. അപ്പോൾ മൈ പ്ലഷർ. ഇനിയിപ്പോൾ ചില സമയത്ത് നമ്മളൊരു ഇതുമാതിരി ഒരാൾ താങ്ക് യു പറഞ്ഞാൽ നമ്മളൊരിക്കലേ അതിപ്പോൾ ഞാനിപ്പോൾ സഹായിക്കാണ്ടിരിക്കുമോ, ഇത് എന്ത് വർത്താനം പറയണേ, നമ്മൾ എന്തായാലും സഹായിക്കേണ്ട കാര്യമല്ലേ ഇത്, അങ്ങനെ ഒരു ടോൺ വരണമെങ്കിൽ ഓഫ് കോഴ്സ് എന്ന് പോലും പറയാം. ഇപ്പം നമ്മളൊരു നേഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് രാത്രി ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് വീട്ടിലെന്തോ ഒരു കുട്ടികൾക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് അന്ന് ഡ്യൂട്ടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വേറൊരാൾ നിൽക്കില്ലേ, അതിനെന്താ പറയുക? കവർ ചെയ്യാന്ന് പറയാം. നമുക്ക് വേണ്ടി കവർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഷിഫ്റ്റിന് ഇയാൾ വന്നിട്ട് എനിക്ക് വേണ്ടി കവർ ചെയ്തില്ലേ, അതിന് നന്ദി പറയാം. അതിന് പറയാം, താങ്ക്സ് ഫോർ കവറിങ് മൈ ഷിഫ്റ്റ്. താങ്ക്സ് ഫോർ കവറിങ് മൈ ഷിഫ്റ്റ്. അപ്പോൾ പണ്ട് നമ്മൾ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഷിഫ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾ ഇത് ചെയ്യാണ്ടിരിക്കുമോ? അപ്പോൾ അയാൾ പിന്നെ ഇത് ചെയ്തതിനാണ് ഇപ്പോൾ വലിയ കാര്യം, ഇത് എന്തായാലും ചെയ്യേണ്ട കാര്യമല്ലേ എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ ഓഫ് കോഴ്സ് എന്ന് പറയാം. ഓഫ് കോഴ്സ്. അതിൽ പ്രത്യേകിച്ചൊരു മറു ചോദ്യമില്ല. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ കവർ ചെയ്തിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. എന്തായാലും നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ. ഓഫ് കോഴ്സ്. ഓക്കെ. അത് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്നിട്ട് ഇങ്ങനെ നിൽക്കരുത്, ആ ഭാവം കൂടെ വരട്ടോ. ഓഫ് കോഴ്സ് എന്നിട്ട് ചിരിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, എല്ലാ വെൽക്കം ഓൾട്ടർനേറ്റീവ്സിൻ്റെ കൂടെ കേട്ടോ. ഇനി വേറൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? നമ്മളിപ്പോൾ ഭയങ്കര കാഷ്വലായിട്ട് കുറച്ചുകൂടെ അമേരിക്കൻ ടൈപ്പ് ഒരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ യു ഗോട്ട് ഇറ്റ് എന്ന് പറയാം. യു ഗോട്ട് ഇറ്റ്, യു ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ വെൽക്കം തന്നെയാണ് അർത്ഥം. ഇപ്പോൾ നിങ്ങൾ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്സ് എഴുതിയില്ല, അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് തനിക്ക് നോട്ട്സ് തന്നു. അപ്പോൾ താങ്ക്സ് ഫോർ ദ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ യു ഗോട്ട് ഇറ്റ് എന്ന് പറയും. യു ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറയുന്നതിന് മറുപടി ആയിട്ട് വെൽക്കം കൊടുക്കില്ലേ, അത് തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഒരു സീൻ നോക്കാം. ഇവിടെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കാം. ഒരു കഫേ ആണെന്ന് വിചാരിക്കുക. ഒരു ഫോർമൽ ടോണിലാണ് നമ്മുടെ സംസാരങ്ങളൊക്കെ നടക്കണം കേട്ടോ. നമ്മുടെ ഒരു കാപ്പിയും പിന്നെന്താ
ഒരു കഷ്ണം കേക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അവൾ പെട്ടെന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നതിന് നന്ദി എന്നിങ്ങനെ പറയാ, താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് മൈ ഓർഡർ സോ ക്വിക്ക്ലി. ക്വിക്ക്ലി അല്ല, ക്വിക്ക്ലി. ക്യൂന് പകരം KW വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് വേണം പറയാൻ. അങ്ങനെയാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് മൈ ഓർഡർ സോ ക്വിക്ക്ലി. പെട്ടെന്ന് കൊണ്ടുവന്നതിന് നന്ദി. അപ്പോൾ ആളെന്താ പറയുക, വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു മൈ പ്ലഷർ അല്ലേ. ഒരു സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് മൈ പ്ലഷർ അല്ലേ. എൻ്റെ ജോലിയുടെ ഭാഗമാണ്, ഞാൻ വൃത്തിക്ക് ചെയ്തു, മൈ പ്ലഷർ, എൻ്റെ സന്തോഷം. വേറൊരു കേസ്, ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒത്തുകൂടുകയാണ്. അപ്പോൾ അതിലൊരാൾ ചാർജർ കൊണ്ടുവന്നില്ല. ഭാഗ്യത്തിന് അയാളുടെ എൻ്റെയൊക്കെ ഫോണിൻ്റെ ചാർജർ ഒന്നാ. അപ്പോൾ ആൾ പറയാണ്, ബ്രോ താങ്ക്സ് ഫോർ ദ ചാർജർ. ചാർജായി, ഭാഗ്യം. താങ്ക്സ് ഫോർ ദ ചാർജർ. അപ്പോൾ നമ്മളെന്താ പറയുക, നോ വറീസ്. ഇതൊക്കെ എന്താ ഉള്ളത്, എൻ്റെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോ വറീസ്. സിമ്പിളായിട്ട് പറയാം, കാഷ്വലായിട്ട് പറയാം, നോ വറീസ്. അവിടെ നിന്ന് യുവർ വെൽക്കം എന്നൊന്നും അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞില്ല, യുവർ വെൽക്കം ഭയങ്കര ഫോർമൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ആരും കണ്ണുറുപ്പിക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസസ് ഉള്ളപ്പം അത് ഉപയോഗിക്കാം. അടുത്തത്, നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്, റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ചെറിയ റിപ്പോർട്ടാണ്, വലിയ റിപ്പോർട്ടാണ്, കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്രണ്ട്, കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ, എന്നിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് ദ റിപ്പോർട്ട്. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പം നമ്മൾ പണ്ട് കുറേ സഹായിച്ചതാ. അപ്പോൾ എന്താ റിപ്ലൈ പറയാ, ഓഫ് കോഴ്സ്, എനി ടൈം. രണ്ടും കൂടെ പറയാം. ഓഫ് കോഴ്സ്, ഞാൻ എന്തായാലും അത് ചെയ്യുന്ന കാര്യമാണ്. അല്ലാണ്ട് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ആ റിപ്പോർട്ട് മുഴുവൻ എഴുതാൻ വിടുവോ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാനും കൂടെ എന്തായാലും ഇരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഓഫ് കോഴ്സ്, എനി ടൈം. ഓക്കെ, രണ്ടും കൂടെ വേണമെങ്കിലും പറയാം. ഇനി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഹെൽപ്പ് അങ്ങനെ വരുന്നൊരു സെനറിയോ എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളെ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പം നമ്മൾ എങ്ങനെ പറയാ, ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് യു ടു കം ഓൾ ദ വേ ഹിയർ. താങ്ക് യു. നീ അവിടെ നിന്നൊക്കെ വണ്ടി ഓടിച്ച് ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് യു ടു കം ഓൾ ദ വേ ഹിയർ എന്ന് വെച്ചാൽ ഓൾ ദ വേ എന്ന് പറയുമ്പം എല്ലാ വഴിയും അങ്ങനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ. എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് വേണ്ടി ഇവിടെ വരെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിന് ഒരു കാഷ്വൽ രീതിയാണ് ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് യു ടു കം ഓൾ ദ വേ ഹിയർ. താങ്ക് യു എന്ന് പറയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ്, അയാൾക്ക് നമ്മളും വളരെ പ്രിയപ്പെട്ട. ഇതൊക്കെ പറയണോ, ഇതൊക്കെ വേണ്ട. ഇങ്ങനത്തെ കാര്യങ്ങൾ താങ്ക് യു ഒക്കെ പറയേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള രീതിയിൽ ഡോണ്ട് മെൻഷൻ ഇറ്റ്. റിയലി, ശരിക്കും ഇതിന് താങ്ക് യു ഒന്നും പറയല്ലേ, ഡോണ്ട് മെൻഷൻ ഇറ്റ്. നല്ലല്ലേ. അപ്പം നമ്മൾ യുവർ വെൽക്കം നമ്മൾ തീരെ ഉപയോഗിക്കേണ്ട എന്നല്ല പറയണത്. പക്ഷേ വെൽക്കം ഇനി എവിടെയൊക്കെ ഉപയോഗിക്കാം, ഫോർമൽ സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൽ, അല്ലെങ്കിൽ നമ്മളെക്കാളും വളരെ മുതിർന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ നോ വറീസ് എന്നൊക്കെ പറയണേക്കാളും വെൽക്കം എന്ന് പറയുന്നതാണ് നല്ലത്. കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണമുണ്ട്. അല്ലെങ്കിൽ ഇമെയിൽസ് ഒക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിങ്ങിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വെൽക്കം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്ത് താങ്ക് യു പറയാം. അപ്പം നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ഒരു വെൽക്കം, കൃത്യമായിട്ടുള്ളൊരു വെൽക്കമിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്തിട്ട് പറയണം. ഓക്കെ, അപ്പം ഞാൻ പറയാണ്, നിങ്ങൾ എൻ്റെ കുറച്ച് ബാഗുകളൊക്കെ പിടിക്കാൻ എന്നെ സഹായിച്ചു. ഞാനിങ്ങനെ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടു കുറേ ബാഗൊക്കെ വെച്ചിട്ട് വിനി ഇങ്ങനെ ഒറ്റയ്ക്ക് വരിക. അപ്പോൾ ഒന്ന് വിനിയല്ലേ, ഞാൻ സഹായിക്കട്ടോ ബാഗൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശാല മനസ്കരായ നിങ്ങൾ എന്നെ സഹായിക്കുന്നു. അപ്പം ഞാൻ നന്ദിയുള്ളവളാണ്, ഞാൻ താങ്ക്സ് പറയും. പക്ഷേ തിരിച്ചിങ്ങോട്ട് വെൽക്കം കൃത്യമായിട്ട് അതിൻ്റെ കൃത്യമായ രീതിയിൽ പറയണം കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ, റെഡി? ടെൻഷൻ ഉണ്ടോ? ബാഗ് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹേയ്, താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ക്യാരി ദോസ് ബാഗ്സ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നോ പ്രോബ്ലം, അല്ലെങ്കിൽ എനി ടൈം, അല്ലെങ്കിൽ ഡോണ്ട് മെൻഷൻ ഇറ്റ്. ശേ വിനി, ഞാൻ ഇത്ര ഇംഗ്ലീഷ് പഠിപ്പിച്ചല്ലേ, എന്തിനാണ് ഇങ്ങനെ താങ്ക് യു പറയണേ? ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഓക്കെ, അടുത്തത്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപദേശം തന്നു. ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്. നിങ്ങൾ എൻ്റെ കീഴിൽ കോഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. കോഴ്സ് എടുത്ത് നന്നാവാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ്, താങ്ക്സ് അഗെയിൻ ഫോർ യുവർ അഡ്വൈസ്. അപ്പം ഞാൻ എന്താ പറയാം, ഞാനൊരു സർവീസ് കൊടുത്താണ് അല്ലേ, അപ്പോൾ മൈ പ്ലഷർ എന്ന് പറയാം. കുറച്ച് അമേരിക്കനൊക്കെ ആണെങ്കിൽ യു ഗോട്ട് ഇറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓഫ് കോഴ്സ്, നിങ്ങൾ എൻ്റെ കോഴ്സ് എടുത്ത സ്റ്റുഡൻ്റ് അല്ലേ, പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമല്ലേ, ഓഫ് കോഴ്സ് എന്ന് പറയാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെൽക്കമിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്രേസ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ കുറേ പഠിച്ചില്ലേ, എനി ടൈം, നോ വറീസ്, നോ പ്രോബ്ലം, മൈ പ്ലഷർ, ഡോണ്ട് മെൻഷൻ ഇറ്റ്, ഓഫ് കോഴ്സ് എന്നൊക്കെ കുറേ പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ, അതൊരു 2-3 എണ്ണം കോമെൻറ്റ് ചെയ്യോ. അപ്പോൾ യുവർ വെൽക്കം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നല്ല,
പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഓരോ സാഹചര്യം അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ വളരെ ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പഠിച്ചില്ലേ? യൂസ്ഫുൾ വീഡിയോ ആയിരുന്നോ? കാരണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ താങ്ക് യു, വെൽക്കം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതാ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് വരുന്നതല്ലേ? അപ്പോൾ ഈ വീഡിയോ ഉപകാരമായോ? ഞാൻ കോഴ്സിനെ കുറിച്ച് ഇനി പറഞ്ഞുതരാം. എൻ്റെ കോഴ്സ് 2 കോഴ്സുകളാണ് ഞാൻ ഓഫർ ചെയ്യുന്നത് മെയിനായിട്ട്. അതിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും 90 ഡേയ്സിന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് 6 മന്ത്സിൽ റെഡിയാക്കാം. ആദ്യത്തെ കോഴ്സ് എന്ന് വെച്ചാൽ 90 ഡേ കോഴ്സാണ്. 90 ദിവസം. 90 ദിവസം ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് കോഴ്സ് എടുക്കാം. നിങ്ങൾ വേറൊരു കോഴ്സ് പിന്നെ അന്വേഷിച്ച് പോവില്ല. ഉറപ്പാണ്. അന്വേഷിച്ച് പോവുക എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്ക് ഈ 15 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസമൊക്കെ മിസ്സായാലും കുഴപ്പമില്ല. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു വ്രതം പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാക്കിയിട്ട് മാറ്റണം. ഒരു 90 ഡേയ്സിന്. കാരണം നമുക്കിത് കുറച്ചധികം സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചെടുക്കാനുണ്ടല്ലോ. അത് വളരെ ഇങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിച്ച് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, വളരെ ആവേശത്തോടു കൂടി പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ 90 ഡേയ്സ് അത് ചെയ്ത ശേഷം പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് നമുക്ക് ChatGPT വെച്ചിട്ടും പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അപ്പം കോഴ്സ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അതാണ് ഈ 90 ഡേ കോഴ്സ്. 90 ഡേ കോഴ്സിനൊപ്പം ഒരു 60 അല്ലെങ്കിൽ 90 ഡേയ്സ് കൂടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ 90 ഡേ ആണ് കോഴ്സ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഉഷാറാക്കാം. ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കോഴ്സിൽ പറഞ്ഞുതരാം. രണ്ടാമത്തെ കോഴ്സ് 30 ഡേ വാട്സപ്പ് കോഴ്സാണ്. അതിൽ ഗ്രാമർ ഒന്നും പഠിപ്പിക്കില്ല. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കില്ലേ, അതെങ്ങനെയാ ഗ്രാമർ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലോ. ബി ബി എന്ന് പറഞ്ഞാൽ ആവുക, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അതിലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ജീവിതത്തിൽ വരുന്ന ഒരു 30 സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ വെച്ചിട്ട് അതിലത്തെ കോൺവെർസേഷൻസ് നമ്മൾ മനസ്സിലാക്കി അപ്പം നമുക്ക് ആ ടെൻസ് ഒക്കെ പിടികിട്ടും. ടെൻസ് ഒക്കെ നമ്മൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്നൊന്നും പഠിക്കണ്ട. പക്ഷെ ആ സിറ്റുവേഷനിൽ ഇന്ന സെൻറ്റൻസ് ഉപയോഗിക്കുക എന്നുള്ളത് പഠിച്ച് പിന്നെ അതിൻ്റെ സിമിലർ സെൻറ്റൻസസ് നമ്മൾ ഉണ്ടാക്കി കുറേ പ്രാക്ടീസ് ചെയ്ത് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കോഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നത്. സിമ്പിൾ കോഴ്സാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവ് കോഴ്സാണ്. കോഴ്സ് എടുത്ത കുട്ടികൾ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് സംഭവം ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഈ വാട്സപ്പ് കോഴ്സിന് ഒരു 20 to 30 മിനിറ്റ്സ് വെക്കാൻ ഞാൻ പറയും കേട്ടോ എവറി ഡേ. ഒരു 30 ദിവസത്തേക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക്, കാരണം എഴുതാനും വായിക്കാനും ഞാൻ ആ കോഴ്സിൽ പഠിപ്പിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ അതിന് വേണ്ടി മാത്രം, ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിന് വേണ്ടി മാത്രമാണ് കേട്ടത്. അതാണ് മിക്ക ആൾക്കാർക്കും ആവശ്യം അല്ലേ. കൂടുതൽ ഗ്രാമറൊന്നും പഠിക്കണ്ട. പക്ഷേ ഗ്രാമർ പഠിക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ 90 ഡേ കോഴ്സ് എടുക്കണം. അല്ലെങ്കിൽ ഈ 30 ഡേ കോഴ്സ് എടുക്കുക. എസ്പെഷ്യലി മോണ്ടസറി ടീച്ചേഴ്സ് അവരൊക്കെയാണ് കൂടുതൽ എടുക്കണേ. അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രാമറൊക്കെ അറിയാം, പക്ഷേ സംസാരിക്കാൻ വായിൽ വരുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളവർ ഇതെടുക്കുക, 30 ഡേ ഇംഗ്ലീഷ് കോഴ്സ്. എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഈ നമ്പറില്ലേ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.